വീട്ടിൽ വളരെ ഈസി ആയിട്ട് ബേക്കറി രുചിയിലുള്ള പലഹാരം ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 1½ കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. കൂടെ 2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും 1½ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ചെറു ചൂടായിട്ടുള്ള പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഏകദേശം 1/4 കപ്പ് ചെറു ചൂടായിട്ടുള്ള പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു കൂട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിൽ കുറച്ച് വലുപ്പമുള്ള സവാളയും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഹൈ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി ആ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് പൊരിച്ചെടുത്ത് ചെറുതായിട്ട് പിച്ചിട്ടെടുക്കുന്നതാണ്. ഇതിലേക്ക് ഇനി വളരെ കുറച്ച് മസാലകളെ ചേർക്കണുള്ളൂ. 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂണോളം പിസ്സ സീസണിംഗ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള സാധാരണ മസാലകൾ ചേർത്തിട്ടും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടൊരൽപ്പം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മയണൈസും 1½ ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട്. ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന 2 സാധനം കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. നല്ല ക്രീമി ആയിട്ടുള്ള നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ കൂട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏകദേശം 1½ മണിക്കൂറായിട്ടുണ്ട്. കൂട്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഇതുപോലെ മീഡിയം വലുപ്പത്തിലുള്ള 7 ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലൊരു ഉരുള എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. മൈദയോ എണ്ണയോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. നീളത്തിൽ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നല്ല പോലെ തന്നെ ഇത് സീൽ ചെയ്തെടുക്കുക. ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. മുഴുവനായിട്ടല്ല, ചെറുതായിട്ട് മാത്രം വരഞ്ഞു കൊടുത്ത് അതിൻ്റെ അരികിലായിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് നല്ല പോലെ തന്നെ സീൽ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഒന്നും കൂടെ ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. ഇതുപോലെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. വെള്ളമാക്കി കൊടുക്കുന്നത് എള്ളവിടെ പറ്റി പിടിച്ച് നിൽക്കാൻ വേണ്ടി മാത്രമാണ്. ഇതേപോലെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓവനൊന്നും ഇല്ലാതെ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ മീഡിയം ചൂടായിരിക്കുമ്പോൾ വേണം ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നതിന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചാക്കിയിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ചൂടാറുമ്പോഴേക്കും നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നോളും. ഇത് നിങ്ങൾക്ക് ഓവനിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.